ഇത് ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കുരുടിപ്പാമ്പ് എന്ന് പറയും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചകിടിക്കിണറിലൊക്കെ വെള്ളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന സാധനമാണിത്. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ പറയും ഇത് ഭയങ്കര വിഷമുള്ള പാമ്പാണ്, അതേപോലെ തന്നെ ഇതിന് കണ്ണില്ലാത്ത പാമ്പാണെന്നൊക്കെ പറഞ്ഞ പോലെ തെറ്റായ സങ്കല്പങ്ങളുണ്ട്. ഇത് വെള്ളത്തിൽ ചാടിയാലും ചില ആളുകൾ ചോദിക്കലുണ്ട് എന്തെന്നറിയോ, ആ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒരു മണ്ണിര വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ഇതിന് ശാസ്ത്രീയ നാമം പറയാം സിസിലിയ എന്ന് പറയും. സിസിലിയ വർഗ്ഗത്തിൽപ്പെട്ടതാണ്, മണ്ണിരയുടെ കുടുംബം തന്നെയാണിത്. മണ്ണിൻ്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ താമസിക്കുക. മണ്ണിൻ്റെ ഉള്ളിലൂടെയാണ് തുളച്ച് പുറത്തിറങ്ങിയിട്ടൊക്കെ നമുക്ക് കിണറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ കാണൽ, അല്ല പുറത്തുനിന്നല്ല. അപ്പോൾ ചില ആളുകൾ സങ്കല്പമുണ്ട് കിണറിന് നെറ്റിട്ടു, ഗ്രില്ലുണ്ട്, പക്ഷേ എങ്ങനെ ഇത് അവിടെ എത്തിയെന്ന്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് എത്തുന്നത് അധികവും മണ്ണ് തുളച്ച് മണ്ണിൻ്റെ ഉള്ളിലൂടെ പുറത്ത് ഇറങ്ങി വെള്ളത്തിലൊക്കെ എത്തുന്ന സാധനമാണ്, പുറത്തുനിന്ന് ചാടുന്നതല്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇത് വെള്ളത്തിൽ ചാടിയാൽ തന്നെ നമ്മളിത് വെള്ളം കുടിക്കണോണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളതിന് ഉപയോഗിക്കണോണ്ടോ യാതൊരുവിധ പ്രശ്നമില്ല. അപ്പോൾ ആ തെറ്റായ സങ്കല്പം നമ്മളൊന്ന് മാറ്റിയെടുക്കുക. പിന്നെ ഇത് കണ്ണില്ലാത്ത പാമ്പാന്നൊക്കെ പറഞ്ഞാൽ തെറ്റാണ്. കണ്ണുള്ള പാമ്പ് തന്നെയാണിത്. മണ്ണിരയുടെ ഒരു ഏറ്റവും വലിയൊരു കുടുംബത്തിൽപ്പെട്ട ഒരു സാധനമാണെന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ.